മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ പലരും കടന്നുവരും, വളർത്തും, തളർത്തും. ഒന്നു മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം കയ്യിലാണ്. തമാശയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. ഭക്തരെ, ഒരു കാലവും ഒരുപാട് കാലത്തേക്ക് ഇല്ലെന്ന് ഓർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ട് പോവുക. മനസ്സ് ശുദ്ധമായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്താതിരിക്കുക. കാരണം ഒരിക്കൽ അവർ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾ തകർന്നു പോയേക്കാം. ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ച് ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവർ അത് അർഹിക്കുന്നില്ല. ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവുമൊക്കെയാണ് അതിനെ കൊല്ലുന്നത്. ആത്മാർത്ഥമായ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ഭക്തരെ, ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. ഭക്തരെ, ഇത്രത്തോളം എത്തിച്ചേരാൻ എത്രമാത്രം പ്രയത്നിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെ ദുർബലമാക്കുന്ന ഒന്നിനും ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഭക്തരെ, തിരിച്ചടികളെ പരിണമിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള പ്രചോദനമായി കാണുക. വീഴുന്നവന് മാത്രമേ വീണ്ടും വീഴാതിരിക്കുവാനുള്ള വിദ്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ തോന്നുകയുള്ളൂ. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. ജീവിത വിജയം വേഗത്തിൽ ഓടുന്നവർക്കല്ല, ഓട്ടം തുടരുന്നവർക്കാണ്, എപ്പോഴും സഞ്ചരിക്കുന്നവർക്കാണ്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.